മൈ ട്യൂട്ടർ കേരള എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അജാസുദ്ദീൻ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് +2 ചാപ്റ്റർ 2 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗ്നോമെട്രി തന്നെ ഞങ്ങൾ ഒരു കണക്കിനെ പഠിച്ചത്. അപ്പോഴാണ് സാറ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ആയിട്ട് വരുന്നതെന്ന് ചോദിക്കരുത്. അങ്ങനെയൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ് നമുക്ക് സംഭവം. അതായത് കുറച്ച് കാര്യങ്ങൾ അറിയണം, ട്രിഗ്നോമെട്രിയുടെ കുറച്ച് കാര്യങ്ങൾ അറിയണം, അതിനുശേഷം നമുക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലേക്ക് കടക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഒരുപാട് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദമായിട്ട് പറഞ്ഞ് ഒരുപാട് പാർട്ടാക്കി വീഡിയോ ഇടുന്നില്ല. മാക്സിമം പെട്ടെന്ന് തന്നെ ഒരു 3-4 പാർട്ട് കൊണ്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ മാക്സിമം ഒരു 1.5 അവറിന്റെ ഒരു ക്ലാസ്സിനുള്ളിലെങ്കിൽ ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറ്റുമെന്ന് അറിയില്ല, നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ എത്രയും ചുരുക്കി നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ലിങ്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു പേജിൽ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബേസിക് കൺസെപ്റ്റ്സ്. എന്താണ് ബേസിക് കൺസെപ്റ്റ്സ്? ബേസിക് കൺസെപ്റ്റ്സ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് ഡൊമൈൻ ആൻഡ് വാട്ട് ഈസ് റേഞ്ച്. ഈ രണ്ട് കാര്യങ്ങൾ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. എന്താണ് ഡൊമൈനും എന്താണ് റേഞ്ച് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബേസിക് ഒരു തിയറി നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഞാനിപ്പോ സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു സാറ് സൈനായിട്ട് വന്നിട്ടുണ്ടോ അല്ലെ? എന്നാലും ചിന്തിച്ച് സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനെ പറയുന്നതാണ് ഡൊമൈൻ. എനിക്കിപ്പോ എക്സിന് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. റിയൽ നമ്പേഴ്സിലുള്ള ഏത് വാല്യൂസ് വേണേലും എനിക്ക് എക്സിന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനെ പറയുന്നതാണ് ഡൊമൈൻ. അങ്ങനെ ഞാൻ എക്സിന് വാല്യൂസ് ഇട്ട് കൊടുത്താൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ള വാല്യൂസിനെ പറയുന്നതാണ് റേഞ്ച്. അപ്പോൾ സൈൻ എക്സിന് ഡൊമൈൻ എന്ന് പറയുന്നത് ഓൾവേസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതിന്റെ കാരണം ഏത് നമ്പർ വേണമെങ്കിലും എനിക്ക് സൈനിന്റെ അകത്ത് എക്സിന് ഇട്ട് കൊടുക്കാം. അതുകൊണ്ടാണ് അതിന്റെ ഡൊമൈൻ ഏത് നമ്പർ, അതാണ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് സൈനിന്റെ ഡൊമൈൻ. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എനിക്ക് എന്തൊക്കെ കിട്ടുള്ളൂ? എന്തിട്ട് കൊടുത്താലും -1നും +1നും ഇടയിലുള്ള വാല്യൂസ് അല്ലാതെ വേറെ ഒന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, നമ്മൾ സൈനിന് എന്തിട്ട് കൊടുത്താലും -1 അല്ലെങ്കിൽ +1, 2, 3 എന്നുള്ളൊരു വാല്യൂ ഒരിക്കലും കിട്ടില്ല. സോ ദിസ് ഈസ് കോൾഡ് റേഞ്ച് ഓഫ് സൈൻ എക്സ്. സിമ്പിൾ ആണ്. സെയിം പോലെ തന്നെ അപ്പൊ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്? ഡൊമൈൻ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്, റേഞ്ച് അങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ്. ഇതാണ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പൊ സൈൻ എക്സിന്റെ ഡൊമൈൻ റിയൽ നമ്പേഴ്സ് ആണ്. ദാറ്റ് മീൻസ് എനിക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ആൻഡ് സൈൻ എക്സിന്റെ റേഞ്ച് -1 to 1. അങ്ങനെ എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും എന്തൊക്കെ കിട്ടുള്ളൂ? -1നും +1നും ഇടയിലുള്ള വാല്യൂസ് കിട്ടുള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇത് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. സെയിം പോലെ തന്നെ നമുക്ക് നോക്കാം കോസ് എക്സിന്റെ ഡൊമൈൻ. സെയിം തന്നെയാ. എക്സിന് എന്തിട്ട് കൊടുക്കാം? നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനം എക്സിന് ഇട്ട് കൊടുക്കാം. ആരെങ്കിലും എന്തെങ്കിലും പറയോ? ഇല്ല. എക്സിന് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. 1 ഇട്ട് കൊടുക്കാം, 2 ഇട്ട് കൊടുക്കാം, 3 ഇട്ട് കൊടുക്കാം, 100 ഇട്ട് കൊടുക്കാം, എനി വാല്യൂ. സോ ഡൊമൈൻ ഈസ് റിയൽ നമ്പേഴ്സ്. ഈ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനെ പറയുന്നതാണ് ഡൊമൈൻ. ഇനി അങ്ങനെ ഞാൻ എക്സിന് വാല്യൂ ഇട്ട് കൊടുത്താൽ എന്തൊക്കെ നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്താലും എവിടെ മുതൽ എവിടെ വരെ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ പേജിൽ കൊടുത്തേക്കുന്നത് -1 മുതൽ 1 വരെ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ സൈനും കോസും നമുക്ക് സിമ്പിൾ ആയിട്ട് ഡൊമൈനും റേഞ്ചും പഠിക്കാം. സൈനിന്റെ ഡൊമൈൻ റിയൽ നമ്പർ, കോസിന്റെ ഡൊമൈൻ റിയൽ നമ്പർ. സൈനിന്റെ റേഞ്ച് -1 to +1, കോസിന്റെ റേഞ്ച് -1 to +1. അപ്പൊ ഞാൻ ആ ഫസ്റ്റ് പേജിൽ പറയുന്ന കാര്യങ്ങളൊന്ന് ചുരുക്കി പറയുന്നതാണ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ കളി മാറുന്നത്. നോക്കിക്കോ എല്ലാവരും. ഇനി കളി മാറുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ടാൻ എക്സ് വരുമ്പോൾ ഈ ഡൊമൈനും റേഞ്ച് നമുക്ക് വളരെ കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിക്കാം. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഓക്കെ, പലരും കണക്കിൽ നമ്മൾ തമാശ വയ്ക്കും, സൈനും കോസും ഒക്കെ ഞാൻ പഠിച്ചിട്ട് എന്താ കാര്യം, റേഷൻ കടയിൽ പോയി അരി മേടിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ എന്നാലും ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് ഈ ട്രിഗ്നോമെട്രിയിൽ. എന്താണ് ടാൻ എക്സ്? സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇവിടെ ഞാൻ എക്സിന് എന്ത് വാല്യൂ വേണമെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഞാൻ ഫോർ എക്സാമ്പിൾ എക്സിന് 90 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് π/2 = 90 ഡിഗ്രി ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും? നമുക്ക് നോക്കാം. സൈൻ 90 ബൈ കോസ് 90 എന്ന് വരും.
ഇത് എന്താ സംഭവിക്കുന്നത്? വാട്ട് ഈസ് സൈൻ 90? സൈൻ 90 1. ഓക്കെ, സോ 1/0 ഇത് ഡിഫൈൻഡ് ആണോ? ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിനോമിനേറ്ററിൽ ഒരിക്കലും 0 വരാൻ പാടില്ല. എങ്ങനെയാണ് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും എന്ത് വരാൻ പാടില്ല? ഡിനോമിനേറ്ററിൽ ഒരിക്കലും 0 വരാൻ പാടില്ല. അപ്പോൾ ഈ കോസ് ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. കോസ് 0 ആവുന്നത് എവിടെയൊക്കെയാ? ഒന്ന് π/2 0, പിന്നെ π/2 മൾട്ടിപ്പിൾസിൽ. അതുകൊണ്ടാണ് ടാൻജന്റിന്റെ ഫംഗ്ഷൻ ഡൊമൈൻ എന്ന് പറയുന്നത് എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് കൊടുക്കാം. ഡൊമൈനിൽ, അതായത് ഈ എക്സിന് എനിക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് കൊടുക്കാം. പക്ഷെ അതിൽ നിന്ന് ആരെ ഒഴിവാക്കണം? ഈ എക്സ് എന്താവാൻ പാടില്ല? π/2ഓ π/2 മൾട്ടിപ്പിൾസും ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ദാറ്റ് മീൻസ് എക്സ് റിയൽ നമ്പേഴ്സ് മൈനസ് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എന്താവാൻ പാടില്ല? 2n+1 ഇൻറ്റു π/2. അതായത് എന്നിന്റെ ഓരോ വാല്യൂ മാറുന്ന അനുസരിച്ച് π/2 മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഓൾവേസ് എന്താവും? കോസ് എക്സ് 0 ആവും. അപ്പോൾ ടാൻ എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് കോസ് 0 ആവരുത്. മനസ്സിലായോ? കോസ് എക്സ് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന കോസ് എക്സ് 0 ആവരുത്. അങ്ങനെ കൊടുത്താൽ തന്നെ ഈ ടാനിന് ഒരു പ്രത്യേകതയുണ്ട്. ടാനിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എനി വാല്യൂസ്, ദാറ്റ് ഈസ് എന്താണ്? നമുക്ക് എന്ത് എഴുതാം? ടാനിന്റെ ഇറ്റ് ക്യാൻ ബി റിയൽ നമ്പർ. നമുക്ക് അതിന്റെ ആൻസർ -1 എന്നോ +1 എന്നോ ഒന്നും പറയാൻ പറ്റില്ല. അതെന്താണ്? ദാറ്റ് ഈസ് എ റിയൽ നമ്പർ. അപ്പൊ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുക. ടാൻ എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്, ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണ്. ടാൻ എക്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണ വാല്യൂ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇടുമ്പോൾ ശ്രദ്ധിക്കണം എന്ത്? കോസ് 0 ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കോസ് 0 ആവുന്ന എപ്പോഴാണ്? π/2 വരുമ്പോഴും π/2 മൾട്ടിപ്പിൾസ് വരുമ്പോഴും. അപ്പൊ മൾട്ടിപ്പിൾസ് എന്നുള്ളതിന്റെ ഒരു ജനറൽ ഫോം നമ്മൾ എഴുതിയെന്നുള്ളൂ. സോ ടാനിന്റെ ഡൊമൈൻ എല്ലാ റിയൽ നമ്പർ കൊടുക്കാം, പക്ഷേ മൈനസ് എന്ത് മാത്രം ഒഴിവാക്കണം? നമ്മൾ π/2ഓ π/2 മൾട്ടിപ്പിളോ ഒഴിവാക്കിയിട്ട് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുത്താലും നമുക്ക് ആൻസർ എന്തേ കിട്ടൂ? എനി റിയൽ നമ്പേഴ്സ്. ആൻസർ എന്ത് വേണമെങ്കിലും ആവാം. സെയിം തന്നെ നമുക്ക് പഠിക്കാം. വാട്ട് ഈസ് കോട്ട് എക്സ്? നിരത്തിരിയും എന്താണ്? കോസ് എക്സ് ബൈ സൈൻ എക്സ്. അപ്പൊ ഇവിടെ എന്ത് ശ്രദ്ധിച്ചാൽ മതി? ഡൊമൈൻ കണ്ടുപിടിക്കാൻ നേരത്ത് ഏത് വാല്യൂ വേണമെങ്കിലും എനിക്ക് എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ 0 ആവാൻ പാടില്ലാത്തത്? സൈൻ എക്സ് 0 ആവരുത്. നേരത്തെ കോസ് എക്സ് 0 ആവരുത്, ഇവിടെ സൈൻ എക്സ് 0 ആവരുത്. സൈൻ എപ്പോഴാണ് 0 ആവുന്നത്? സൈൻ എപ്പോഴാണ് 0 ആവുന്നത്? പൈയോ പൈയുടെ മൾട്ടിപ്പിൾസോ. അതുകൊണ്ടാണ് ഇതിന്റെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡൊമൈൻ എഴുതാം. നമുക്ക് എന്തെഴുതാം? ഐ ക്യാൻ പുട്ട് എനി വാല്യൂസ്. ഏത് വാല്യൂ വേണമെങ്കിലും എനിക്ക് കോട്ടെക്സിന്റെ എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കാം. ശ്രദ്ധിക്കണം, എന്തായി പോകരുത് ഒരിക്കലും? പൈയോ പൈന്റെ മൾട്ടിപ്പിൾസോ ആയി പോകരുത്. സോ എക്സ് ഈക്വൽ ടു n π. അപ്പോൾ എനി റിയൽ നമ്പേഴ്സ് അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? n π. അതായത് പൈയോ പൈയുടെ മൾട്ടിപ്പിൾസോ കുറയ്ക്കണം. അങ്ങനെ കൊടുത്താൽ അങ്ങനെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ എന്തേ കിട്ടുള്ളൂ? ദാറ്റ് ഈസ് ഓൾവേസ് റിയൽ നമ്പേഴ്സ്. അപ്പൊ ടാനിന്റെയും റേഞ്ച് റിയൽ നമ്പർ ആണ്, കോട്ടിന്റെയും റേഞ്ച് റിയൽ നമ്പർ ആണ്. ടാനിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിന് 0 ആക്കരുത്, കോട്ടിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിന് 0 ആക്കരുത്. ഓക്കെ, ഇനി 2 ആൾക്കാരും കൂടി ഉണ്ട്. എന്തൊക്കെയാണ്? വാട്ട് ഈസ് കൊസീക്? കൊസീക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/sin x. അപ്പൊ ഇതിന്റെ ഡൊമൈൻ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. കൊസീക് എക്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിന് എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ത് വേണേലും ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് വേണേലും ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും? ഈ ആശാൻ പ്രശ്നം ഉണ്ടാക്കും, അതായത് ഡിനോമിനേറ്റർ പ്രശ്നം ഉണ്ടാക്കും. അപ്പോ കൊസീക് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് വേണമെങ്കിലും ആവാം, പക്ഷേ റിയൽ നമ്പേഴ്സ്, എനി റിയൽ നമ്പേഴ്സ്, ബട്ട് എന്തെഴുതാം? ഇറ്റ് ക്യാൻ ബി എനി റിയൽ നമ്പേഴ്സ് മൈനസ് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ എന്തിന്റെ എഴുതി? കോട്ടിന്റെ എഴുതിയില്ലേ എന്ന് പറയണ പോലെ നമ്മൾ എന്തിന്റെ എഴുതണം? കൊസീക്കിന്റെ x ഈക്വൽ ടു n π. ഇനി അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾവേസ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സൈനിന്റെ റേഞ്ച് എന്തായിരുന്നു? -1 to +1 ആണ് സൈനിന്റെ റേഞ്ച്. കൊസീക്കിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എല്ലാ റിയൽ നമ്പറും ആണ്, പക്ഷെ അവരെ മാത്രം ഒഴിവാക്കി വിടണം. മനസ്സിലായോ? എല്ലാ റിയൽ നമ്പറും ഉണ്ട്,
പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ മാത്രം ഒഴിവാക്കി വിടണം. ദിസ് ഇസ് ഓപ്പൺ ബ്രാക്കറ്റ്. ഓക്കെ, അതാണ് കൊസീക്കിന്റെ ഡൊമൈനും റേഞ്ചും. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. കൊസീക്കിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊസീക് എക്സിൽ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്. അപ്പൊ നമ്മൾ എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. 1/sin x ആണ് കൊസീക് എക്സ്. സൈനിന്റെ എക്സിന് കൊടുത്താൽ സൈൻ 0 ആയി പോരുത്. സൈൻ 0 ആവുന്നത് എപ്പോഴാ? n പൈയില്. സോ കൊസീക് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ ആയിക്കോട്ടെ, പക്ഷെ എന്ത് ഒഴിവാക്കണം? അവിടുന്ന് n പൈ ഒഴിവാക്കണം. പൈ, n പൈ, 2π, 3π, 4π അങ്ങനെയുള്ള വാല്യൂസ് ഒഴിവാക്കണം. അതാണ് r - n പൈ. അങ്ങനെ കൊടുത്താൽ റേഞ്ച് എന്ന് പറയുന്നത് -1,1 ഒഴിച്ചിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനെ പറയുന്നതാണ് റേഞ്ചസ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും r -1,+1. സെയിം പോലെ തന്നെ നമുക്ക് സീക്ക് എഴുതാം. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? സീക്ക് 1/cos x. സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/cos x. ഇതിന്റെ ഡൊമൈൻ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എല്ലാ വാല്യൂവും എനിക്ക് എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ശ്രദ്ധിക്കണം, എന്ത് 0 ആവരുത്? കോസ് ഒരിക്കലും 0 ആവരുത്. കോസ് എപ്പോഴാണ് 0 ആവുന്നത്? 90യോ 90യുടെ മൾട്ടിപ്പിൾസോ വരുമ്പോൾ. അപ്പൊ നമ്മൾ സൈൻ എഴുതിയില്ലേ, ആ സെയിം സംഭവം എഴുതിയാൽ മതി. ഐ ക്യാൻ പുട്ട് എനി റിയൽ നമ്പേഴ്സ്, പക്ഷെ എന്ത് ഒഴിവാക്കണം? x = 2n+1 × π/2. നമുക്ക് അവനെ വേണ്ട, മനസ്സിലായോ? 2n+1 × π/2 വേണ്ട. കൊസീക്കിന്റെ പറഞ്ഞ പോലെ തന്നെ സീക്കിനും നമ്മുടെ റേഞ്ച് എന്താണ് വരുന്നത്? റേഞ്ച് = എല്ലാ റിയൽ നമ്പേഴ്സും പെടും, പക്ഷെ നമ്മുടെ എന്ത് വരില്ല? -1,1 വരില്ല. ഒരിക്കലും ആ ആൻസർ കിട്ടില്ല. ആൻസർ നമുക്ക് കിട്ടില്ല. ആൻസർ കിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ? ആൻസർ എപ്പോഴാ 1 വരുന്നത്? എപ്പോഴാ? ഇവിടെ 1 വരണം. മനസ്സിലായോ? ഇവിടെ 1 വന്നോന്നുണ്ടെങ്കിൽ എന്ത് വരണം? ദാറ്റ് ഈസ് സൈൻ 90 വരണം. ഓക്കെ, അത് വേറെ തിയറിയാണ്. ജസ്റ്റ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക. കൊസീക് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സൈൻ എക്സ് 0 ആവരുത്. സീക്ക് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് കോസ് എക്സ് 0 ആവരുത്. അപ്പൊ ആ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇതാണ് ടോട്ടൽ ഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പോൾ സൈൻ എക്സിന് ഒറ്റയ്ക്ക് നമ്മൾ ഡൊമൈൻ പറയുമ്പോൾ എനിക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, പക്ഷെ ആൻസർ എന്താ കിട്ടൂ? -1,1. കോസ് എക്സിന് നമ്മൾ ഒറ്റയ്ക്ക് പറയുമ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. സോ കോസ് എക്സിന്റെ ഡൊമൈൻ റിയൽ നമ്പേഴ്സ് ആണ്, പക്ഷെ അങ്ങനെ ഇട്ട് കൊടുത്താലും എന്തേ കിട്ടുള്ളൂ? -1,1 കിട്ടുള്ളൂ. ടാൻ വരുമ്പോൾ ശ്രദ്ധിക്കണം, സൈൻ ബൈ കോസ് ആണ്. ഈ ഒരിക്കലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂ താഴത്തെ ആളെ 0 ആക്കരുത്. അങ്ങനെ 0 ആക്കിയ പ്രശ്നമാണ്. അപ്പൊ ആ 0 ആക്കാത്ത വാല്യൂസ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, പക്ഷെ അതിൽ നിന്ന് എന്താവരുത്? ഒരിക്കലും 0 ആവുന്നത് എപ്പോഴാ? കോസ് 0 ആവുന്നത് എപ്പോഴാ? π/2 π/2ന്റെ മൾട്ടിപ്പിൾസോ വരുമ്പോഴാണ്. ഓക്കെ, സോ x = 2n+1 × π/2. അങ്ങനെ ഇട്ട് കൊടുത്താൽ ആൻസർ എന്തേ വരുള്ളൂ? എനി റിയൽ നമ്പേഴ്സ്. സോ ടാനിന്റെയും കോട്ടിന്റെയും റേഞ്ച് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് ഡൊമൈനും റേഞ്ചും. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് അങ്ങനെ ഇട്ട് കൊടുത്താൽ കിട്ടുന്ന ആൻസേഴ്സ്, വരാൻ ചാൻസ് ഉള്ള ആൻസേഴ്സിനെ പറയുന്നതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജ് നിങ്ങൾ ആരും തൽക്കാലം വായിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. ആ നെക്സ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ ഇത്തിരി നീളത്തിൽ. നമ്മൾ ഡൊമൈൻ റേഞ്ച് എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് ഈ ഒരു പേജ് ഞാൻ പറഞ്ഞു തരാം. എന്താണ് കൺസെപ്റ്റ് എന്നുള്ളതാണ്. അതായത് ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തൊക്കെയായിരിക്കണം? ദാറ്റ് ഈസ് ആ ഫംഗ്ഷൻ 1,1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. ഈ കണ്ടീഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എന്താണ് 1,1 എന്താണ് ഓൺ 2 എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സെറ്റ് ഉണ്ട്, 2 സെറ്റ് ഉണ്ട്. ഓക്കെ, ഈ സെറ്റിന്റെ ഞാൻ റോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു, ഈ സെറ്റിൽ നെയിം എന്ന് പറഞ്ഞു. ഒരു ക്ലാസ് ആണത്, ക്ലാസ് എ. അപ്പൊ ഞാൻ ഈ 1, 2, 4, 5, 8 ഇങ്ങനെ റോൾ നമ്പേഴ്സ് കൊടുത്തു. ഇവിടെ അഭിജിത്ത്, ബി, സി, ഡി എന്തെങ്കിലും സംതിങ് നെയിംസ്. അപ്പൊ ഞാൻ ഈ സെറ്റിനെ കണക്ട് ചെയ്യുന്നത് റോൾ നമ്പർ 1 എയിലേക്ക്, റോൾ നമ്പർ 2 ബിയിലേക്ക്, 4 സിയിലേക്ക്, 5 ഡി, ഇങ്ങനെ ഒരു സെറ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ക്ലാസ്സിലെ റോൾ നമ്പറും ആ ക്ലാസ്സിലെ കുട്ടികളുടെ പേരും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സെറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ സെറ്റിനെ ഒരു ഫംഗ്ഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇത് 1,1 എന്ന് ആയിരിക്കണം. 1,1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓരോ റോൾ നമ്പറിനും ഒരാളെ ഇവിടെ ഉടമസ്ഥൻ ഉണ്ടാവുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഒരാൾക്ക് 2 റോൾ നമ്പർ കാണും. നമ്മൾ പറ്റിച്ചൊക്കെ പറയും, ഒരിക്കലും ഒരു ക്ലാസ്സിൽ ഒരാൾക്ക് 2 റോൾ നമ്പർ ഉണ്ടാവില്ല. അപ്പോൾ ഈ സെറ്റിലെ എ ഈ സെറ്റിലെ 1 ആയിട്ട് കണക്ട് ആയിരിക്കുള്ളൂ. മനസ്സിലായോ? ഈ 1 ഈ എ ആയിട്ടും. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് സെറ്റിലെ ഓരോ എലമെന്റും ഒരാളായിട്ട് മാത്രമേ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ് 1-1 ഫംഗ്ഷൻ. ഇനി ഓൺ ടു, അതായത് ഒരു ക്ലാസ്സിൽ എല്ലാവർക്കും റോൾ നമ്പർ ഉണ്ടായിരിക്കുമല്ലോ, ആരെങ്കിലും റോൾ നമ്പർ ഇല്ലാതിരിക്കുമോ? അപ്പോൾ ഈ സെറ്റില് എല്ലാവരും ഇങ്ങോട്ട് കണക്ട് ആയിട്ടുണ്ടോ എന്നുള്ളതും ചിന്തിക്കുക. അപ്പൊ നമ്മൾ വാക്കാൽ പറയുമ്പോൾ, വേർഡ്സിൽ പറയുമ്പോൾ 1-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റോൾ നമ്പറിനും ഒരാളെ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? 1-1 ഫംഗ്ഷൻ എന്താണ്? ഓരോ ഫസ്റ്റ് സെറ്റിലുള്ള ഓരോ റോൾ നമ്പറിനും ഒരാളെ ഉടമസ്ഥൻ ഉണ്ടാവാൻ പാടുള്ളൂ. ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയാം, ആ ഓരോരുത്തർക്കും ഒരു റോൾ നമ്പർ എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റില് എല്ലാവരും സെക്കൻഡ് സെറ്റിലേക്ക് കണക്ട് ആയിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഒരാളെ മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതിന് വലിയ വലിയ ഇമേജ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം. പക്ഷെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ്. 5നെ 6 ആയിട്ട് മാത്രമേ കണക്ട് ആവില്ല, സി ആയിട്ട് മാത്രമേ കണക്ട് ആവാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ 9 ഉണ്ട്, ഇ. ഓക്കെ, പക്ഷെ അപ്പൊ ഇത് 1-1 ആണ്. ഈ ഫസ്റ്റ് സെറ്റിലെ ഓരോരുത്തരെയും ഒരാളെ മാത്രമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഓൺ ടു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റിലെ എല്ലാവരും മിനിമം അവിടെ ഒരാളായിട്ടെങ്കിലും കണക്ട് ആയിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് ഒരു 1-1, ഒരു ഓൺ ടു. അപ്പൊ ഏതൊരു ഫംഗ്ഷനും 1-1ഉം ഓൺ ടു ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഇൻവേഴ്സ് കാണാൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ് സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും 1-1 അല്ല, 1-1 അല്ല, മെനി 1 ആണ്. എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോ സൈൻ ഫംഗ്ഷന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഇല്ല. നോർമൽ സൈൻ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഇല്ല. അത് എന്തുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. എന്തുകൊണ്ടാണ് സൈൻ ഫംഗ്ഷന് ഇൻവേഴ്സ് ഇല്ല എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, എക്സിന്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ ഇതാണ് സൈൻ എക്സ്, ഇതാണ് എക്സ്. ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. സൈൻ എന്തുകൊണ്ടാണ് ഇൻവേഴ്സ് ഇല്ല എന്ന് പറയുന്നത്? എക്സിന്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ സൈൻ 0 ആണ്. പക്ഷെ എക്സിന്റെ വാല്യൂ പൈ ആയിരിക്കുമ്പോഴും എന്താണ്? സൈൻ 0 ആണ്. ഇവിടെ 3π, സോറി, നെക്സ്റ്റ് പൈ 2π ആണെങ്കിലോ അപ്പോഴും സൈൻ 0 ആണ്. അപ്പോ എക്സിന്റെ പല പല വാല്യൂസിന് സൈനിന്റെ ഒരേ വാല്യൂ വരുന്നു. അതായത് എക്സ് 0 ആണെങ്കിൽ സൈൻ 0, എക്സ് പൈ ആണെങ്കിലും സൈൻ 0. അപ്പൊ ആ രീതിയിൽ മനസ്സിലായോ? ആ രീതിയിൽ എക്സിന്റെ പല പല വാല്യൂസിന് ഒരേ ആൻസർ. അതുകൊണ്ടാണ് സൈൻ ഒരിക്കലും ഇൻവേഴ്സ് അല്ല എന്ന് പറയുന്നത്. ഇനി കോസ് നമുക്ക് എടുത്തു നോക്കാം. നോക്കിയേ, കോസ് π/2, ദാറ്റ് ഈസ് കോസ് π/2 0 ആണ്. കോസ് -π/2 എന്താണ്? 0 ആണ്. അപ്പൊ എന്ത് പറ്റി? രണ്ടുപേർക്കും ഒരേ ആൻസർ കിട്ടിയില്ലേ? കോസ് -π, ദാറ്റ് ഈസ് ഇങ്ങനെ വന്നു. കോസ് പൈ എന്താണ്? ആ രീതിയിൽ, അതായത് സോറി, കോസ് π -1, കോസ് -πയും -1. അപ്പോ രണ്ട് വാല്യൂസിന് സെയിം ആൻസർ കിട്ടി. അപ്പൊ ഇങ്ങനെ അതായത് സിമ്പിൾ ആണ്. കോസ് 0 1. വീണ്ടും നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. കോസ് π/2 0, കോസ് -π/2ഉം 0. അപ്പോ അതുകൊണ്ടാണ് സൈനും കോസും ഒന്നും ഒറ്റ നോട്ടത്തിൽ എന്തല്ല, സൈനും കോസും ഒന്നും ഇറ്റ്സെൽഫ് എന്തല്ല, ഇൻവേർട്ടിബിൾ അല്ല. പക്ഷേ നമുക്ക് ഇതിനെ ഇൻവേഴ്സിബിൾ ആക്കാം. നോക്കിയേ, ഞാനിപ്പോൾ ഈ സൈൻ വേവിനെ ഇവിടം മുതൽ ഇവിടം വരെ എടുത്തു. അപ്പോൾ നമുക്ക് ആ ഗ്രാഫിൽ ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. ദാറ്റ് ഈസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിലെ കറങ്ങുന്നു, ഇവിടെ എത്തി. ഓക്കെ, അതായത് ഇവിടെ π/2, ദിസ് ഈസ് π/2 ആൻഡ് ദിസ് ഈസ് -π/2. ഈ π/2 മുതൽ -π/2 വരെ ഞാൻ സൈൻ എടുക്കുകയാണെങ്കിൽ വേറെ ഒരു വാല്യൂസും റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോ ഇതെന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ വേവ് ഒറ്റയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഇല്ല. പക്ഷെ സൈനിന്റെ ഒരു ചെറിയൊരു ഇന്റർവെല്ലിൽ, അതായത് -π/2 മുതൽ +π/2 വരെ അതിന് ഇൻവേഴ്സ് ഉണ്ട്. കാരണം -π/2 മുതൽ +π/2 എടുത്തു കഴിഞ്ഞാൽ ആ സൈൻ എന്താണ്? 1-1ഉമാണ്, ഓൺ 2ഉമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അതായത് സിമ്പിൾ ആണ്, വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. സൈൻ എക്സ് മാത്രം എടുത്താൽ ഓൺ 1-1 അല്ല. പക്ഷേ സൈൻ എക്സിന്റെ ചെറിയൊരു ഇന്റർവെൽ, ദാറ്റ് ഈസ് -π/2 ടു +π/2 ഞാൻ എടുത്തു നോക്കിയാൽ അത് ഇൻവേർട്ടിബിൾ ആണ്. സോ അതേപോലെ വേറെ ഇന്റർവെൽസ് ഉണ്ട്.
3π/2 to π, അങ്ങനെ പല വലിയ ഇന്റർവെൽസ് ഉണ്ട്. പക്ഷേ നമ്മൾ എടുക്കുന്ന -π/2 to +π/2 പറയുന്നതാണ് പ്രിൻസിപ്പൽ വാല്യൂ. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആണ്. സൈനിന് ഒറ്റയ്ക്ക് ഇൻവേഴ്സ് ഇല്ല, പക്ഷെ സൈനിന്റെ ഒരു ചെറിയൊരു പോർഷന് മാത്രമേ ഇൻവേഴ്സ് ഉണ്ട്. അപ്പൊ അതാണ് -π/2 to +π/2. ഓക്കെ, ആ -π/2 to +π/2 മാത്രം അതെന്താണ് 1 ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു റേഞ്ചിനെ പറയുന്നതാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ, ദാറ്റ് ഈസ് -π/2 to +π/2. ഇനി ഇതേപോലെ കോസിനുണ്ട് ഒരു പ്രശ്നം. കോസ് ഇറ്റ്സെൽഫ്, കോസ് ഒറ്റയ്ക്ക് എന്തല്ല ഇൻവേഴ്സ്, കോസിന് ഒരിക്കലും ഒറ്റയ്ക്ക് കിട്ടില്ല. കോസിനെ ഇൻവേഴ്സ് ആക്കണമെങ്കിൽ കോസിന് നമ്മളൊരു റേഞ്ച് എടുക്കണം. നമുക്ക് നോക്കാം, ഇവിടം മുതൽ ഇവിടം വരെ. ഓക്കെ, ഈ ഒരു റേഞ്ച് എടുത്താൽ കോസ് എന്താണ് 0 മുതൽ π വരെ നോക്കിയാൽ കോസ് എന്താണ് 1 ആണ്. ഓക്കെ, അപ്പൊ കോസ് എക്സ് ഏത് റേഞ്ചിലാ 1 0 മുതൽ π വരെ 1 ആണ്. ഇനിയുണ്ട് കോസ് എക്സിന് 0 to π മാത്രമല്ല, വേറെ വാല്യൂസ് ഉണ്ട്. നിങ്ങൾ നെക്സ്റ്റ് പേജ് എടുത്തു നോക്കിയേ, നെക്സ്റ്റ് പേജിലാണ് അത് വരുന്നത്. ഞാൻ അത് പെട്ടെന്ന് ഇപ്പൊ പറഞ്ഞില്ല എന്നുള്ളൂ. കൊസൈൻ വൈന് -π to 0, -π to 0 ഉണ്ട്, π to 2π ഉണ്ട്. ഇതിലെല്ലാം ഇൻവേഴ്സിബിൾ ആണ്. പക്ഷെ നമ്മൾ എടുക്കുന്നത് 0 to π ആണ്. ആ വാല്യൂ ആണ് നമ്മുടെ കോസിന്റെ പ്രിൻസിപ്പൽ വാല്യൂ. ഓക്കെ, പല പേരിൽ പറയുന്നത് തൽക്കാലം ഇങ്ങനെ പഠിച്ചു വെക്കുക, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് എക്സ്. അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ് -π/2 to +π/2. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ് 0 മുതൽ π വരെ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ആ ഒരു പേജിൽ പറയുന്നുള്ളൂ. ഇനി ആ ഒരു പേജിൽ അടുത്തൊരു പേജിലേക്ക് നിങ്ങൾ വരാം. അപ്പൊ സൈനും കോസും അവിടെ നിൽക്കട്ടെ. എല്ലാവർക്കും മനസ്സിലായി. സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ -π/2 to +π, കോസിന്റെ പ്രിൻസിപ്പൽ വാല്യൂ 0 to π. തൽക്കാലം അങ്ങനെ നിർത്തുക. ഓക്കെ, ഇനി സൈൻ എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് ഇതാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഇൻവേഴ്സ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കമത്തി, അതായത് തിരിച്ചാൽ മതി. അതായത് ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ ഈ എക്സ് എന്നാണെന്ന്, ഇത് വൈ ആക്സിസിൽ സൈൻ എക്സ് ആണെങ്കിൽ നിങ്ങൾ ആ ഫിഗർ എടുത്ത് നോക്കിയേ. ഫിഗർ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആ ഫിഗറിൽ തന്നെ കാണാൻ പറ്റും. ഫിഗർ 2.1 കണ്ടോ? ഫിഗർ 2.1 സൈൻ എക്സ് കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് ഫിഗർ 2.1ന്റെ സെക്കൻഡ് കണ്ടോ? അതായത് വൈ ആക്സിസിൽ സൈൻ എക്സും നേരെ തിരിച്ചു, ആ സാധനം നേരെ തിരിച്ചു, അതാണ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ ഫിഗർ 2.1 തേർഡ് എന്ന് പറയുന്നത് രണ്ടും കൂടിയും ചേർത്ത് വെച്ചേക്കുന്നതാണ്. അതൊന്നും തൽക്കാലം നമുക്ക് പെട്ടെന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തൽക്കാലം ആ ഒരു പേജിൽ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സൈൻ എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂവും കോസ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ, ഈ രണ്ട് റേഞ്ചിലും ഇതെന്താണ് ഇൻവേർട്ടിബിൾ ആണ്, ഇൻവേഴ്സ് ഉണ്ട്. ഈ റേഞ്ചിൽ മാത്രം സൈനിനും കോസിനും ഇൻവേഴ്സ് ഉണ്ട്. ഇനി സൈനിന്റെ ഇൻവേഴ്സിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, കോസിന്റെ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്, അല്ലെങ്കിൽ ആർക്ക് സൈൻ എക്സ് എന്നും പറയും. തൽക്കാലം നമുക്ക് ഈ രീതിയിൽ പഠിക്കാം. സൈനിന്റെ ഇൻവേഴ്സിനെ സൈൻ ഇൻവേഴ്സ് എക്സ് എന്നും കോസ് എക്സിന്റെ ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സ് എക്സ് എന്നും പഠിക്കുക. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ വരെയാണ് ഇപ്പൊ തൽക്കാലം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു കൊസീക് എക്സിന്റെയും സീക് എക്സിന്റെയും ഈ പറഞ്ഞ നമ്മൾ കൊസീക് എക്സിന്റെയും സീക് എക്സിന്റെയും പ്രിൻസിപ്പൽ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആണ് ഇതെല്ലാം. തൽക്കാലം നമുക്ക് ഈ ഒരു ക്ലാസ് നമുക്ക് എൻഡ് ചെയ്യാം. കാരണം പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, ഡൊമൈൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, ഡൊമൈൻ, ദാറ്റ് ഈസ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. ഡൊമൈൻ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു, റേഞ്ച് കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പോൾ ഒരു സൈൻ എക്സ് എന്ന് പറയുന്ന, ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി റീകളക്ട് ചെയ്യുന്നതാണ്. സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഡൊമൈൻ. സോ എനിക്ക് എക്സിന് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, ദാറ്റ് ഈസ് കോൾഡ് റിയൽ നമ്പേഴ്സ് ആണ് സൈൻ എക്സിന്റെ ഡൊമൈൻ. അങ്ങനെ ഇട്ട് കൊടുത്താൽ എനിക്ക് എന്തേ കിട്ടുള്ളൂ? -1 മുതൽ 1 വരെയുള്ള വാല്യൂ കിട്ടുള്ളൂ. അതിന് പറയുന്നതാണ് റേഞ്ച്. അപ്പോൾ ഡൊമൈൻ റേഞ്ച് ഓഫ് സൈൻ എക്സ്, കോസ് എക്സ്, സീക് എക്സ്, കൊസീക് എക്സ്, ടാൻ എക്സ്, കോട്ട് എക്സ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ആൻ ഇൻവേഴ്സിബിൾ ഫംഗ്ഷൻ. 1, 1 ഓൺ 2 ആയിട്ടുള്ള ഫംഗ്ഷൻസിന് മാത്രമേ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 1, 1 ഓൺ 2 എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഒരു സെറ്റിൽ നിന്ന്
എല്ലാത്തിനും ഒരു ഇമേജ് റൈറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ, അതായത് ആ സെറ്റിൽ എല്ലാവർക്കും ഒരാളെ മാത്രം ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് 1-1 ഫംഗ്ഷൻ. ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സെറ്റിലെ എല്ലാവരും മിനിമം ഒരാളായിട്ടെങ്കിലും അവിടെ കണക്ട് ആയിട്ടുണ്ടായിരിക്കണം. അതായത് റോൾ നമ്പർ ബേസിൽ നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ 1-1ഉം ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷൻസിന് മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ. അപ്പൊ നമ്മൾ സൈനിന് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. സൈനിന്റെ ഗ്രാഫ് എടുത്തു, നോക്കിയപ്പോൾ സൈനിന് പല സ്ഥലത്തും സൈനിന് സെയിം ആൻസർ വരുന്നുണ്ട്. സോ സൈൻ ഈസ് നോട്ട് ആൻ ഇൻവേഴ്സിബിൾ ഫംഗ്ഷൻ, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. പക്ഷെ നമുക്ക് സൈനിന് ഇൻവേർട്ടിബിൾ ആക്കാം ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ. ആ റേഞ്ച് ആണ് -π/2 to +π/2. ഇനിയുണ്ട്, നിങ്ങൾക്ക് അവിടെ ആ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. വീണ്ടും കുറെ റേഞ്ചസ് ഉണ്ട്. -3π/2 to π/2, -π/2 to π/2, π/2 to 3π/2, ഇങ്ങനെ പോകും. പക്ഷെ നമ്മൾ എടുക്കുന്നത് എന്താണ്? -π/2 to +π/2 വരെ റേഞ്ചിൽ സൈൻ ഇൻവേഴ്സിബിൾ ആണ്. സോ ദാറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ. ഓക്കെ, കോസും നമ്മൾ നോക്കി. ഒറ്റയ്ക്ക് കോസിന് ഒരിക്കലും ഇൻവേഴ്സ് ഇല്ല. പക്ഷെ കോസിന്റെ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ, ദാറ്റ് ഈസ് എവിടെയാണ് 0 to π വരെ കോസിന് എന്തുണ്ട്? ഇൻവേഴ്സ് ഉണ്ട്. സോ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് എക്സ് ഇസ് 0 to π. ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി ഞാൻ എത്തിക്കുന്നത് സീക്ക്, കൊസീക്ക്, ടാൻ, കോട്ട് ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂസും നിങ്ങളെ കാണുന്ന ടേബിളും നമ്മൾ ആ ഫസ്റ്റ് എക്സസൈസിലേക്ക് എത്തും. അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് കഴിയും. ബാക്കി 2 ക്ലാസ്സോടുകൂടി 2 എക്സസൈസുകൾ തീർക്കാൻ പറ്റും. ഇതിപ്പോ നമ്മൾ ഈ ഒരു ബേസിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം എടുത്തത്. അപ്പോ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. നിങ്ങൾ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഓക്കെ, എന്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് കമന്റ് ബോക്സിൽ ചോദിക്കാം, അതല്ലെങ്കിൽ എന്നോട് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും റെഗുലർ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്, ബൈ.